എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിൽ വരുമ്പോൾ മാളുവിനോട് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല കുത്തു കിട്ടുന്നുണ്ട് കേട്ടോ. മാളുവിന്റെ നഖം നല്ല മൂർച്ചയുണ്ട്, ശരിക്കും കൂർത്തിരിക്കുകയാണ്. സാധാരണ കുഞ്ഞു കിളികൾക്കൊക്കെ നഖം അത്ര വലിപ്പം ഉണ്ടാവില്ല, പക്ഷെ മാളുവിന് ഇങ്ങനെ കൂർത്ത് വളഞ്ഞിരിക്കുക. അപ്പോൾ മാളു നമ്മുടെ തോളിലൊക്കെ ഇങ്ങനെ കാല് വെക്കുമ്പോൾ പോലും ആ മുള്ളുപോലിരിക്കുന്ന നഖം എന്റെ പുറത്ത് കൊള്ളുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, അവളോട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പൊ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറെ അധികം ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്ന വീഡിയോകൾ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് വാങ്ങാറുണ്ടോ? ഇതാണ് എന്റെ ചോദ്യം. സോ നിങ്ങളുടെ കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് ചോദിച്ചാൽ ഇന്ന് വന്നൊരു വാർത്തയാണ്. വണ്ണം കുറയ്ക്കാൻ യൂട്യൂബ് നോക്കി ഡയറ്റ്. പെൺകുട്ടിയുടെ ആമാശയവും അന്നനാളവും ചുരുങ്ങി 18-കാരിക്ക് ദാരുണ അന്ത്യം. പല ആൾക്കാരും പറയാറുണ്ട്, ഞങ്ങളുടെ ജോലിയാണ് ചെയ്യുന്നത്, പരസ്യമാണ്, പ്രൊമോഷനാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇവർ ചെയ്യുന്ന പ്രൊമോഷൻ കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഓരോ ആളുകൾക്കും നേരിടേണ്ടി വരുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ 18-കാരിയുടെ മരണം എന്ന് പറയുന്നത്. യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഡയറ്റ് പ്ലാനുകളും ക്രീമുകളുടെ പരസ്യങ്ങളും ഓരോരോ പ്രോഡക്റ്റുകളുടെ പരസ്യങ്ങളും ഒക്കെ നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ആൾക്കാർ ഇത് വാങ്ങാൻ വില്ലിങ് ആവുകയും അതിന്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുകയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇപ്പോൾ പറയുന്നത് ചോദിച്ചാൽ, ഫ്രണ്ട് ആപ്പിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഇന്നലെയും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് റിയാക്ഷൻ വ്ളോഗേഴ്സ് ഫ്രണ്ട് ആപ്പിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാനിത് പറയാനുള്ള കാരണം, ഈ പെൺകുട്ടിയെ പോലെയാണ് ഓരോ വ്യക്തികളും ഇതുപോലുള്ള ചതിക്കുഴികളിൽ പോയി ചാടുന്നത്. ഇപ്പൊ ഈ കുട്ടിക്ക് അറിയില്ലായിരുന്നു ആ ഡയറ്റ് എങ്ങനെ എടുക്കണമെന്നും എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടതെന്നും ഒന്നും ഈ കുട്ടിക്ക് അറിയില്ല. ആ യൂട്യൂബർ പറയുന്നത് കേട്ട് അതുപോലെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ വ്യത്യാസങ്ങൾ വന്നതുകൊണ്ടാണ് ഈ കുട്ടിക്ക് മരണം സംഭവിച്ചത്. ഓരോരുത്തരുടെയും ശരീരം ഓരോ രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ യൂട്യൂബർ ചെയ്തത് അവരുടെ ശരീരത്തിനനുസരിച്ചുള്ള ഡയറ്റ് പ്ലാനുകളായിരിക്കും. ഒരു ഡയറ്റീഷ്യന്റെ കൺസൾട്ടേഷൻ ഇല്ലാണ്ട് ഡയറ്റ് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യണം. ഇതൊന്നുമല്ലാതെ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിയെ ബാധിക്കും, നമ്മുടെ ജീവനെ വരെ ബാധിക്കും. ഇതേപോലെ തന്നെ ഫ്രണ്ട് ആപ്പ്, അതേപോലുള്ള ആപ്ലിക്കേഷൻസ്, ഇതുപോലുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ വാക്കുകൾ കേട്ടിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാശും പോവാം, ജീവിതവും പോവാം, ഒരുപക്ഷെ ജീവനും പോവാം. ഇപ്പോ ഒരു വീഡിയോ ഈ ഫ്രണ്ട് ആപ്പ് ഉപയോഗിച്ച് ഒരാൾ അദ്ദേഹം ഷെയർ ചെയ്തൊരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുന്നത്. ഇതിനകത്ത് 3 പെൺകുട്ടികൾ സംസാരിക്കുന്നുണ്ട്. ഈ വീഡിയോ എടുത്തത് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ്. അദ്ദേഹം ഇതിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത്. ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഓരോ പെൺകുട്ടികളും, ആദ്യത്തെ 2 പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അധികം പ്രായമായ കുട്ടികളല്ല. മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് അത്യാവശ്യം പ്രായമുണ്ടെന്ന് തോന്നുന്നു, 2-3 മാസമായി ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. അപ്പൊ ഇവർ സംസാരിക്കുന്നത്, ഇവരെന്താണ് ചെയ്യുന്നത്, ഇവരുടെ പ്രൊഫഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് സംസാരിക്കാം. ഹലോ, എന്താണ് എന്താണ് ഞാൻ കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. പരവൂര്. അതെ, കൊല്ലത്ത് പരവൂരാണ്. പരവൂര്. എന്തോന്ന്, നിങ്ങൾ എവിടെയാണ്? അത് ശരി. എന്ത് പഠിക്കുന്നപ്പോ? ഏത് ഹോസ്റ്റലിൽ? കൊച്ചിയിലാണ്. അത് ശരി, എറണാകുളത്ത് ഹോസ്റ്റലിലാണ്. എന്ത് പഠിക്കുന്നത്? ലോജിസ്റ്റിക്സ് പഠിക്കണം. അത് ശരി. ഈ പെൺകുട്ടിയുടെ ശബ്ദം കേട്ടാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു 18ഓ 20ഓ വയസ്സ് മാത്രമേ പ്രായമുണ്ടാവുള്ളൂ. അപ്പോൾ ആ കുട്ടി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവിടെ ഹോസ്റ്റലിലെ ബഹളങ്ങൾ കേൾക്കുന്നുണ്ട്. എന്താണ് ഇദ്ദേഹത്തോട് സംസാരിക്കുന്നത്, നമുക്കത് കേൾക്കാം. ഞാൻ വർക്ക് ചെയ്യണം. അതെ, 10 പഠിക്കുന്നല്ല പറഞ്ഞ, വർക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ആപ്പിന്റെ ഒരുപാട് എക്സ്പീരിയൻസ് ആണല്ലേ. ന്യൂ സൂപ്പർ ഫ്രണ്ട് ആണല്ലോ. ഓക്കെ, ഇതിൽ സംഭവിച്ചൊരു കാര്യം, ഇത്രയും നേരം സംസാരിച്ചപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു റോസ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവര് പ്രൊമോഷനിൽ പറയാറുണ്ട്, റോസ് കൺവേർട്ട് നിങ്ങൾക്ക് മണിയാക്കി മാറ്റാമെന്ന് പറയുന്നുണ്ട്. അത് ആർക്കാ? ലേഡീസിന്. ജെന്റ്സിന്റെ അക്കൗണ്ടിൽ നിന്ന് കാശ് അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ പോയി അവിടെ ആ പെൺകുട്ടിക്ക് അത് കാശായിട്ട് മാറുകയാണ്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? കൂടുതൽ സമയം ഈ ആണുങ്ങളുമായിട്ട് സംസാരിച്ചിരിക്കാൻ ട്രൈ ചെയ്യും. അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കുട്ടി ലോജിസ്റ്റിക് പഠിക്കുകയാണ്, എറണാകുളത്ത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. ഈ കുട്ടിയുടെ പാരന്റ്സ് എന്തിനാ വിട്ടത്? പഠിക്കാൻ വേണ്ടി. പക്ഷെ കുട്ടി കാണിച്ചു കൊടുക്കുന്നത് എന്താണ്? ഇനി ഇത് വെറും സംസാരത്തിൽ ഒതുങ്ങും തോന്നുന്നുണ്ടോ? കുറച്ച് കഴിയുമ്പോഴേക്കും ഇതുപോലെ സംസാരിക്കുന്ന ഒരാൾ ആ കുട്ടിയുടെ നമ്പർ ചോദിക്കും, ആ കുട്ടിയുടെ നമ്പർ കൊടുക്കും. പിന്നെ അവർ പ്രണയത്തിലാവുന്നു. ഈ കുട്ടിയെ കൊണ്ട് അവൻ പുറത്തു പോകുന്നു, എവിടെയെങ്കിലും പോകുന്നു, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു. അവസാനം പിടിക്കപ്പെടുമ്പോൾ ആര് പ്രതിയായി? വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ചു, യുവാവ് അറസ്റ്റിൽ. ഇതായിരിക്കും നമ്മൾ കേൾക്കാൻ പോകുന്ന വാർത്ത. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. അതിന്റെ മുന്നോടിയാണ്, അതിന്റെ തുടക്കമാണ് ഇത്തരം വോയിസ് ചാറ്റിംഗ് എന്ന് പറയുന്നത്. ബാക്കി കേൾക്കാം. എന്താണ് ആ സംഭവം? എന്താണ് ന്യൂ സൂപ്പർ ഫ്രണ്ട്? ഇതിന്റെ കുറെ നാളായി ആപ്പിള്. അല്ല, ഇതിന്റെ കുറെ പട്ട് പോയി, കുറെ പേരുണ്ട്. അപ്പൊ അത് പോയി കേട്ടാ. ഞാൻ അടുത്തതേ ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കണം. നമുക്ക് അടുത്താളെ നോക്കാം. ആ കുട്ടിയുടെ കോൾ കട്ടായിപ്പോയി. കാരണം ആ കുട്ടിയോട് സംസാരിക്കാനുണ്ടായിരുന്ന കാശ് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നും കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ കോൾ കട്ടായി. ഇനി അടുത്ത ആളിലേക്ക് പോവാണ്. കേൾക്കാൻ ബാക്കി. ഹലോ.
ഗൗരി ഗൗരി പറയൂ ഗൗരി ഗൗരി എവിടെ നിന്നാണ്? ശരിക്കുള്ള പേര് ഗൗരി തന്നെ. ആ ശരിക്കുള്ള പേര് ഗൗരി എന്നാണ് എഴുതിയിരിക്കുന്നത്. വിളിച്ചതല്ല, അല്ലാതെ ചുമ്മാ വിളിച്ചൊന്നുമല്ല. പറഞ്ഞു. അതെ അതെ. എന്താണ്? ഞാൻ വർക്ക് ചെയ്യും. ആ ഓക്കെ. ഗൗരി എന്ത് ചെയ്യുന്നു? എന്റെ പേര് കണ്ണൻ തന്നെ. ഗൗരി എന്ത് ചെയ്യുന്നു? ആ വെറുതെ ആപ്പ് എടുത്ത് ഉപയോഗിക്കാന്ന് വിചാരിച്ചില്ലേ? വെറുതെ നിൽക്കുന്ന ആപ്പ് എടുത്ത് ഉപയോഗിക്കാന്ന് വിചാരിച്ചില്ലേ? ആ ശരി. ഞാനിതിപ്പോ അടുത്ത് കേട്ടതേ ഉള്ളൂ. കാരണം ഇപ്പൊ കോൺട്രോവേഴ്സി നടക്കുന്ന ഞാൻ അടുത്ത് നോക്കിയത് എന്താണ് സംഭവം എന്ന് അറിയുന്നില്ല. ഞാൻ ഇപ്പൊ കൊല്ലത്താണ്. കൊല്ലം. ബോംബാ? ആര്? ഇവൾക്കൊന്നും പച്ച ലൈസ് അല്ല, മടൽ വെട്ടി പച്ചലൈസ് കിട്ടിയിരിക്കും. ഇത് ഹോസ്റ്റലാണ്. ഹോസ്റ്റലാണത്. ദേ ഇത്ര നേരം ആ ലേഡിയോട് സംസാരിച്ചപ്പോൾ, ഇത്രയും നേരം ആ പെൺകുട്ടിയോട് സംസാരിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു റോസ് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കാശ് പോയിരിക്കുകയാണ്. ആ തോന്നി. നിങ്ങളുടെ എറണാകുളം അപ്പോഴേ? ആ ശരി. ഓക്കെ ഓക്കെ. ആ അതെ അതെ. ഞാൻ വർക്ക് ചെയ്യുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇല്ലേ? എത്ര? കല്യാണം കഴിക്കാനാണോ? അയ്യോ ഞാൻ മാരീഡാ. അല്ലെങ്കിൽ നോക്കായിരുന്നു. ആ ശരി. മാരീഡായിട്ട് പിന്നെ ഇതിന്റെ അകത്ത് ഇനി അടുത്ത ആളെ തപ്പിക്കൊണ്ടിരിക്കണം അപ്പോഴേ? അല്ല, വെറുതെ പറഞ്ഞ മാരീഡൊന്നുമില്ല. ഇതുപോലെ കളിപ്പിക്കാനും കള്ളം പറയാനും എന്തുമാത്രം കാര്യങ്ങൾ ഇവർ ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ടാവും. എല്ലാവരും സത്യം പറയണമെന്നില്ല. ഈ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് ജെന്യൂൻ ആപ്പാണ്, ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിനകത്ത് ഈ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എത്രമാത്രം കള്ളങ്ങളാണ് ഈ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് ഈ ആപ്ലിക്കേഷനിലൂടെ. പറയുന്നതെല്ലാം ജെന്യൂൻ ആവണമെന്നില്ലല്ലോ, ഒരു ഉറപ്പുമില്ല. ഇത് ഞാൻ വയസ്സൊന്നും പറയത്തില്ല. ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അവിടെ അറിയാമോ സംഭവം? പിന്നെന്താ തമിഴ്നാട്ടിൽ പഠിക്കാൻ പോയതാണോ? എന്ത് പഠിക്കണം? ഞാന് ഫിസിയോതെറാപ്പിസ്റ്റ്. അസിസ്റ്റന്റ് ഫിസിഷ്യൻ. ഞാനിതിന്റെ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും നോക്കട്ടെ ഇതിന്റെ അകത്ത് ഈ ആപ്പ് ഉപയോഗിച്ചിട്ട്. എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ ചോദിച്ചു നോക്കാനായിട്ട്. ആ ലേഡിയോട് സംസാരിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ 3 റോസാണ് അവരിലേക്ക് പോയത്. എത്ര രൂപയായിട്ട് മാറുന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് കാശ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഓരോ ആളുകൾ വരുമ്പോഴും അവരുടെ കയ്യിൽ നിന്ന് കാശ് പോയിക്കൊണ്ടിരിക്കും. വീണ്ടും ഇവിടെ സംസാരിക്കണമെങ്കിൽ റീചാർജ് ചെയ്യണം. കയ്യിൽ കാശ് കൊടുത്ത് 100, 200, 300 ഒക്കെ കൊടുത്ത് റീചാർജ് ചെയ്യണം. ബാക്കി ഇനി അടുത്ത് വരാൻ പോകുന്നതാണ് വലിയൊരു ലെജൻഡ്. നമുക്ക് കേൾക്കാം. അതാണ് രണ്ടാമത്തേട്ടാ. ഓക്കെ. എന്തോന്ന് ഇനി നമുക്ക് അടുത്ത കളക്ട് ചെയ്യാം. എന്തോന്നേ പറിച്ചു സ്റ്റാർ എക്സ്പെർട്സ്. ഓക്കെ. എന്തായാലും അടുത്തവരോട് പോയിട്ടുണ്ട്. നമുക്ക് അടുത്ത ആൾ കിട്ടുമോ നോക്കാം. ഓക്കെ. അടുത്ത കാവ്യ വന്നു. അപ്പോൾ കാവ്യ വന്നിട്ടുണ്ട്. ഹലോ കാവ്യ, എവിടെ സ്ഥലം? കൊല്ലത്താണ് സ്ഥലം. അയ്യോ പുതിയ ആളാണ്. ഞാൻ എന്താ ജോലി ചെയ്യാണ്, മാർക്കറ്റിംഗ് ആണ്. കാവ്യ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. ആ ഓക്കെ. ചേച്ചി എന്ത് വലിയ സംഭവം കേട്ടോ. കാരണം 2-3 മാസമായി ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചു തുടങ്ങിയിട്ട് അതിന്റെ സീനിയോറിറ്റി ആളുടെ സംസാരത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പുതിയ ആളാണോ പഴയ ആളാണോ, എത്ര നാളായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ആപ്പ് കണ്ടുപിടിച്ചത് അവരാണെന്ന് നമുക്ക് തോന്നിപ്പോകും. കേരളത്തിൽ തന്നെ? ആ ശരി. എവിടെ നാടെവിടെ? പത്തനംതിട്ട. പത്തനംതിട്ട തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോഴേ? അതെ ഓക്കെ. അപ്പോൾ ഈ
ഈ ആപ്പ് എടുത്തിട്ട് കുറെ നാളായി ആപ്പില് ആ 3 ദിവസമായി. ഇപ്പൊ ഇതിന്റെ ഈ സംഭവം എങ്ങനെയാണ്? ഇതിന്റെ ഇങ്ങനെ ഇരിക്കാനകത്ത് ഇത് ഒരു റോസ് ഇങ്ങനെ വെക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് സംഭവം? ഓ അങ്ങനെ. അപ്പൊ ഇനി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നിനക്ക് റീചാർജ് ചെയ്തോണ്ടിരിക്കും. ഇത്ര സമയം ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് പൈസ കിട്ടും, നിങ്ങൾ റീചാർജ് ചെയ്യണം. ആണുങ്ങളുടെ പൈസ പോകുന്നതും പെണ്ണുങ്ങൾക്ക് പൈസ കിട്ടുന്നതും. ആണല്ലേ? ഓ ഇല്ല ഇല്ല. ആ അതെ. എന്താണ് പേര്? എഴുതിയിരിക്കുന്നുണ്ട്, കണ്ണൻ എന്നാണ് പേര്. ആ കോൾ കട്ടായി. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ കൂടുതൽ സമയം ഇവരെ പിടിച്ചിരുത്തും. അതിനുവേണ്ടി ചെയ്യുന്നത് ലാഗ് ചെയ്ത് സംസാരിക്കും. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ച് ഇവർ ഉത്തരം പറഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ചോദിച്ച് വീണ്ടും ഉത്തരം പറഞ്ഞ് അങ്ങനെ മെല്ലെയാണ് ഈ ടോക്ക് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് ആണ് ഒരാളോട് സംസാരിക്കുമ്പോൾ ഈ ആണുങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നത്. പൈസ പോകുന്നതിലുപരി ഈ പറയുന്ന രീതിയിൽ ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായി എന്തെങ്കിലും അനാവശ്യ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ച് അവസാനം ജീവിതവും ജീവനും ഒക്കെ നഷ്ടപ്പെട്ട് കരച്ചിലിന്റെ വക്കിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ. അതാണ് ഈ ആപ്പിലൂടെ സംഭവിക്കുന്നത്. ശരിക്കും ഡിജിറ്റൽ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ വാക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇന്നത്തെ കാലത്ത് ഇമാതിരി ആപ്പ് വല്ലാത്തൊരു ആപ്പ് തന്നെയാണ്, പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. എനിവേ, നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ. താങ്ക് യു.